എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അവിയലുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: നേന്ത്രക്കായ കട്ട് ചെയ്തത്, വെള്ളരിക്കായ, ക്യാരറ്റ്, മത്തങ്ങ എല്ലാതും ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക. കുമ്പളങ്ങ കട്ട് ചെയ്തത്, പയറ്, ഇത് കൊത്തമര ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതിൻ്റെ അറ്റം മുറിച്ച് കളഞ്ഞിട്ട് നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കും. ഇത് ഇതേപോലെ കട്ട് ചെയ്യുക എല്ലാതും. ചേന കട്ട് ചെയ്തത്, മുരിങ്ങക്കായയുടെ തൊലി ഇതുപോലെ ചിരണ്ടി കളഞ്ഞിട്ട് കട്ട് ചെയ്യുക. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, 1 സ്പൂണ് ചെറിയ ജീരകം, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 5 സ്പൂണ് തൈര്, ഒരു തേങ്ങ ചിരകിയത്. അവിയലിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഈ തേങ്ങ ഇതിൽ മിക്സിയുടെ ജാറിലിടുക. പച്ചമുളക് കട്ട് ചെയ്തിട്ടിടുക. ജീരകം ഇടുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം. തൈര് ഒഴിക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ഇത് അരച്ചു കൊണ്ടുവരാം. ഇതേപോലെ അരച്ചാൽ മതി, ഒന്ന് ചതച്ച പോലെ, അധികം അരയണ്ട. ഞാൻ ചെറിയ ഉള്ളി മസാലയിൽ ഇടാൻ മറന്നു. അപ്പോൾ അത് ഇനി ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ചിടണം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഒന്ന് അരയ്ക്കാം. ഉള്ളി ഇതേപോലെ ചതച്ചാൽ മതി, ഒന്ന് കറക്കാൻ മതി. ഇനി ഈ മസാലയിൽ തന്നെ ഇടാത്. നമുക്ക് വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് എല്ലാ പച്ചക്കറികളും ഇടാം. മത്തങ്ങ, ക്യാരറ്റ്, കുമ്പളങ്ങ, കൊത്തമര, പയറ്, വെള്ളരിക്കായ, ചേന, മുരിങ്ങക്കായ, കുറച്ച് കറിവേപ്പില ഇടാം. പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു 4 ചെറിയ പച്ചമുളക് ഇട്ടുണ്ട്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി. മുളക് പൊടി കുറച്ച് കളറിന് മാത്രം ഇട്ടാണത്. പിന്നെ പച്ചമുളകിൻ്റെ എരിവുണ്ടാവും. ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് ഇടുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് പച്ചക്കറിയിൽ മിക്സ് ആക്കുക. എല്ലായിടത്തും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ എല്ലാ പച്ചക്കറിയിലാവണം. ഇത് പച്ചക്കറി ഇപ്പം എല്ലാം കൂട്ടിയിട്ട് 1 കിലോ ഉണ്ട്. നമുക്ക് ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി. 1/2 ഗ്ലാസ്സും ഇല്ല, അതിനേക്കാളും കുറവ്. പച്ചക്കറിയിൽ ആവി വരണവരെ ഫാസ്റ്റ് വയ്ക്കുക, പിന്നെ സ്ലോ വെച്ചിട്ട് വയ്ക്കുക, മൂടിയിട്ട് വയ്ക്കുക. ഇപ്പം 5 മിനിറ്റ് അതിൻ്റെ ഇതിൽ ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ലോ വയ്ക്കാം. ഇപ്പോൾ സ്ലോ വെച്ചിട്ട് 12-13 മിനിറ്റ് ആയിട്ട്. ഇപ്പോൾ വെന്തുണ്ട് പച്ചക്കറിയൊക്കെ, ചേനയൊക്കെ വെന്തുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് മസാല ഇടാം. മസാല ഇതിൻ്റെ നടുവിലായിട്ട് ഇടാം. പച്ചക്കറി പച്ചക്കറി മൂടിയിടാം. ഒരു 1 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. മൂടിയിടാം 1 മിനിറ്റ്. ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല എല്ലായിടത്തേക്കും മിക്സ് ആക്കാം. പച്ചക്കറിയിൽ എല്ലായിടത്തേക്കും. നല്ല ടേസ്റ്റുള്ള അവിയലാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ എന്താ മണം വരണത്. കാണുമ്പോൾ തന്നെ അറിയാതെ ഇങ്ങനെ നല്ല ഇനി ഇതിൽ കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒന്നത്തിങ്ങനെ തിരുമ്പിട്ടിടാം. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം.
ഇനി ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഇത് മൂടി വെക്കാം. ഒരു മിനിറ്റ് ആയിട്ട് 1 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.